ഇവിടെ വന്നിരിക്കാം പകൽ. അവിടെ ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ട്, ആദിത്യം കൊണ്ട്. ഇവിടെ വന്നിരുന്ന ശൈല ചേച്ചി മണത്തറിയും. നിന്റെ ശൈല ചേച്ചി ഒരു പാവാണ്, നീയാണല്ലോ ബുദ്ധിരാക്ഷസി. ഓ പിന്നെ എന്താ രഹസ്യം? എനിക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത് തന്നെ ഡിയർ സർ, അല്പം കിറുക്കുള്ളൊരു കുട്ടിയെ എനിക്കിഷ്ടമായിട്ടുണ്ട്. പേരമ്മിണി എന്ന് ഡൽഹിയിലെ മിസ്റ്റർ മേനോന് ഞാൻ എഴുതാൻ പോകുന്നു. അതാണ് മറ്റൊരു പരമരഹസ്യം. പാടില്ല, വേണ്ട. എന്നെപ്പറ്റി ഇന്നെങ്കിലും ആ പുസ്തകത്തിൽ എഴുതി വെക്കണം. പിന്നെ കാണിച്ചു തന്നാ മതി. എഴുതില്ലേ? മോഹനേട്ടൻ തലവേദന, നേരത്തെ കിടക്കാന്ന് പറഞ്ഞു. നിന്റെ ശീലം മോഹനേട്ടൻ തുടങ്ങി തോന്നുന്നു. വീട്ടിലിരിക്കാണ്ട് പകലൊക്കെ വെറുതെ ചുറ്റി നടക്കല്. നീ എന്താ വലിയ സീരിയസ് ആയിട്ടിരിക്കണേ? ഉണ്ണാ വന്നപ്പോഴും ഒരു മിണ്ടാട്ടല്ലേണ്ട്. നോക്ക്, നീ ഈ പറപറാന്നോരോന്ന് പറയുന്നിടയിൽ കൂടെ ചോദിച്ചാല് ഒന്നും തോന്നില്ല. ചോദിച്ചു നോക്കുവോ? ആരോട്? മോഹനേട്ടനോട്. കല്യാണം എപ്പോ നടത്താനാ ആലോചനാന്ന് ഒന്ന് അറിഞ്ഞു വെക്കാലോ. അതൊക്കെ പോകുമ്പോ പറയില്ലേ? അമ്മ പറയണ പോലല്ല. അവരിങ്ങോട്ട് പറയട്ടെ വെച്ചിട്ട് കാത്തിരുന്നാൽ എന്തിനാ വെറുതെ നീട്ടിക്കൊണ്ടു പോണേ? നീ എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കേ. വേണമെങ്കിൽ പകല് നടക്കാൻ പോകുമ്പോ നീയും കൂടെ പോയിക്കോ. നീ ഓരോ കിറുക്കള് പറയുന്ന ഇഷ്ടാന്നല്ലേ പറയണേ? അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടൂ? ശൈല ചേച്ചിക്ക് സങ്കടം തോന്നില്ലേ? എന്തിന്? ഒക്കെ ഒരുവിധം ഉറപ്പിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇല്ലാന്നറിഞ്ഞാൽ. ഓ അതോ? അമിതമായ ലോക്യം കാട്ടുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാം. പക്ഷേ ഒരു ഉറപ്പ് ആരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കഥകളിൽ പറയണ പോലെ കുട്ടിക്കാലത്ത് ഇണപിരിയാതെ കളിച്ചു നടന്നു, നിന്റെ വല്യമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്നു, ഞാൻ മടിയിൽ മൂത്രം ഒഴിച്ചു. ഇതൊക്കെ വെറുതെ ഇപ്പൊ പറയുന്നതല്ലേ? എന്നാലും മുത്തശ്ശൻ ഒരാൾ മാത്രമായിരുന്നു അന്ന് ഞങ്ങളായിട്ട് അടുപ്പം. പിന്നെ
നിന്റെ അമ്മ. എന്റെ പ്ലാനുകൾ പറഞ്ഞുതരാം. ജീനിയസിനോടെല്ലാം പറയാലോ. MA കഴിഞ്ഞ് എനിക്കൊരു PhD എടുക്കണമെന്ന് പറഞ്ഞില്ലേ? പിന്നെ ചില സ്ഥലങ്ങൾ കാണണം. കാശ്മീരും താജ്മഹലൊന്നും അല്ല, മിസോറാം, നാഗാലാൻഡ്, ഖാസി ഹിൽസ്. അതും പഠിപ്പിന്റെ ഭാഗമാണെന്ന് കൂട്ടിക്കോ. എല്ലാം കൂടി ഒരു 4-5 കൊല്ലം പ്രോഗ്രാം ഉണ്ട്. ബാക്കി കേൾക്കണ്ടേ? അപ്പോഴേക്ക് നീ പഠിപ്പ് മതിയാക്കി കിറുക്കുകളൊന്നും കൈമോശം വരാതെ റെഡി ആയിരുന്നു. ശരിയായ ആലോചന അപ്പോ വരും. നിന്റെ അച്ഛൻ വല്ല പ്ലാനും ഇട്ട് കുഴപ്പത്തിലാവണ്ടെന്ന് വെച്ച് ഒന്ന് നേരത്തെ പറഞ്ഞു വെക്കും. അത്രേ ഉള്ളൂ തൽക്കാലം പരിപാടി. പക്ഷേ എന്ത് പക്ഷേ? പെണ്ണെ, എനിക്ക് തന്നെ ഇഷ്ടം. പച്ച മലയാളം കവിതക്കാരിക്ക് മനസ്സിലാവില്ലേ? അതിന്റെ ഇടയിൽ വേറെ ആളുകളുടെ വക്കാലത്തും കൊണ്ട് വന്നാൽ ആ എന്തെങ്കിലും പറ. വാക്കുകളിട്ട് തട്ടിക്കളിക്കുന്ന ആളല്ലേ, ചിലതൊക്കെ പറ. എനിക്ക് നേരെ ഒരുപാടായി. എനിക്ക് കൂട്ടിയേ. നിനക്കൊന്നും പറ്റിയില്ല. ഇല്ല.
എന്നെയായിരുന്നു ആ റാസ്കൽസിന് നോട്ടം. എന്തോ ഒരു ദൈവാധീനമുണ്ട് ഇവിടെ ഉള്ളവർക്ക്. മുത്തശ്ശന് വിശേഷിച്ചൊന്നുമില്ല. വീണപ്പോ തല വാതിലടിച്ചെന്ന് തോന്നുന്നു. പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ശവം എടുക്കാൻ പാടുള്ളൂ. ആരുടെ? ആയിസറാൻ പോകുമ്പോഴാവും ആ കുട്ടിക്ക് ഇവിടെ വിരുന്ന് പാർക്കാൻ വരാനുള്ള യോഗം. കഴുത്തിലാണത്ര വെടികൊണ്ടത് മോഹനേട്ടന്റെ. തലയിലെഴുത്ത് അല്ല, എന്താ പറയാ. എന്റെ ഒരു വെടി കൊണ്ടിട്ടുണ്ട് ഒരുത്തന്, അതുറപ്പാണ്. ഡെഡ് ബോഡി ഒന്നും കാണാത്ത സ്ഥിതിക്ക് മറ്റവരെടുത്തോണ്ട് പോയിട്ടുണ്ടാവണം. അതാ ഡിഐജിയും പറയണത്. തീ കൊണ്ട് കളിക്കരുത് ആരായാലും. ഒന്നും അറിയാത്ത ആ കുട്ടി ആർക്കും വേണ്ടാതെ കിടക്കണ എന്റെ ജീവൻ എടുക്കാറുന്നില്ലേ ഭഗവാനെ?
അവർക്ക് വഴി കാണിച്ചു കൊടുക്കാം. വെള്ളം വെള്ളം ഒരു വെടി കൊണ്ടിട്ടുണ്ടാവണം. ഐ ആം ഷുവർ. അവനാണ് അത്ര ലീഡർ. അവൻ ഈ ഭാഗത്ത് കുറച്ചു കാലമായി ആക്റ്റീവ് ആയിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. അവന്റെ ഗ്രൂപ്പ് ആവണം. അവന്റെ അല്ലെങ്കിൽ ജോസഫിന്റെ ഗ്രൂപ്പ്. ഇഞ്ചുവേർഡ് ആണെങ്കിൽ അവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിവിലുണ്ടാവണം. പണിയരുടെയോ വല്ല കൂലിക്കാരുടെയോ കുടിയിൽ എവിടെയെങ്കിലും. ഈ ഭാഗങ്ങൾ തറവായിട്ട് അറിയാവുന്നല്ലേ രാവുണ്ണി താൻ പറഞ്ഞത്? സർ, ഈ മുരളിയുടെ ബ്രദേഴ്സ് എല്ലാം നല്ല പൊസിഷനില്ല. അവന്റെ ലെക്ചേഴ്സിന് അത്ഭുതം. അവനെ പോലെ ഒരു ബ്രില്യൻ സ്റ്റുഡന്റ് ഉണ്ടായിട്ടില്ലെന്നാ പറയുന്നത്. പരീക്ഷ എഴുതാൻ നിൽക്കാതെ നേരെ ഇവരുടെ കൂടെ കൂടി. ജോസഫ് ലോ ഗ്രാജുവേറ്റ് ആണത്രേ. ഈ ചെറുപ്പക്കാർക്കൊക്കെ എന്ത് ഭ്രാന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇന്നാള് കണ്ടില്ലേ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സ്റ്റുഡന്റ്? കയ്യിൽ കിട്ടിയാൽ എനിക്ക് വിട്ടുതരൂ. ആരൊക്കെ എന്തൊക്കെ ചെയ്തു ഞാൻ പറയിപ്പിച്ചുതരാം. You have not taken the pains of searching and finding out where exactly the culprit is. Did you understand my instruction? എന്താടോ നോക്കി നിൽക്കണോ? കേടോ. എന്ത് വേണമെന്ന് വെച്ചാലും ഈ നാനോട്ടനോട് ഇവിടെ നിന്ന് പറയാലോ എന്റെ രാവണിയേട്ടാ. എന്നെ എന്തിനെ മായിന്ത്യമനെ ഓരോടോ എന്റെ രാവണിയേട്ടൻ? അയ്യോ